ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമുക്കിത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബ്ലൂ ലൈറ്റ്. ബ്ലൂ ലൈറ്റ് എങ്ങനെയാണ് നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്നതെന്നും നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് മോശമാക്കുന്നതെന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അവസാനം ഞാൻ എങ്ങനെയാണ് ബ്ലൂ ലൈറ്റ് എക്സ്പോഷറിൽ നിന്ന് അകന്നു നിൽക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ രഞ്ജൽ മാത്യു. ബ്രൈറ്റ് ട്രെൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്ലൂ ലൈറ്റ് ഒരു പ്രത്യേക തരം ഹൈ എനർജി വിസിബിൾ ലൈറ്റാണ്. അത് ഇന്നത്തെ ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്നും LED ലൈറ്റിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും വരുന്ന ഒരു പ്രത്യേക തരം ലൈറ്റാണ്. സൂര്യനിൽ നിന്ന് വരുന്ന നാച്ചുറൽ ബ്ലൂ ലൈറ്റ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ്. കാരണം അത് നമ്മുടെ ബോഡിയുടെ പ്രവർത്തന സൈക്കിളിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. കാരണം സൂര്യൻ പകൽ മാത്രമേ കാണപ്പെടുന്നത്. നമ്മുടെ ഡിവൈസുകളിൽ നിന്നും LED ലൈറ്റുകളിൽ നിന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റുകൾ നമ്മളിൽ ചില നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരമാണ്. സോ എന്താണ് ബ്ലൂ ലൈറ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ്? നമുക്കൊന്ന് നോക്കാം. ഡിസ്റപ്ഷൻ ഓഫ് സ്ലീപ്പ് പാറ്റേൺ. ആദ്യം നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ മാറ്റിമറിക്കും. സന്ധ്യാസമയങ്ങളിൽ ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ സ്ലീപ്പ് ഹോർമോണായ മെലറ്റോണിൻ്റെ പ്രൊഡക്ഷനെ ഇൻ്റർഫിയർ ചെയ്യുകയും ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് നടക്കാതിരിക്കുകയും ചെയ്യുന്നു. പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ബ്ലൂ ലൈറ്റിൻ്റെ ഒരു ചെറിയ എക്സ്പോഷർ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ പൂർണ്ണമായ ക്വാളിറ്റി തന്നെ നശിപ്പിച്ച് കളയുമെന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് എടുക്കാം. ഐ സ്ട്രെയിൻ ആൻഡ് ഫാറ്റീഗ്. ദീർഘസമയത്തേക്ക് ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്നിട്ടുള്ള ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ കാരണം ഡിജിറ്റൽ ഐ സ്ട്രെയിൻ ഉണ്ടാവുകയും അത് ഡ്രൈ ഐസ്, തലവേദന, ബ്ലഡ് വിഷൻ എന്നതിന് കാരണമാവുന്നതാണ്. ഇത് സാധാരണമായി ദീർഘസമയത്ത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന തരമാണ്. മൂന്നാമതായി ഇമ്പാക്ട്സ് മെൻ്റൽ ഹെൽത്ത്. ബ്ലൂ ലൈറ്റ് എമിഷൻ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വരെ ബാധിക്കാം. മോശമായ സ്ലീപ്പ് ക്വാളിറ്റി കൂടാതെ കണ്ണുകൾക്ക് സ്ട്രെയിൻ, സ്ട്രെസ്, ആൻസൈറ്റി, ചിലപ്പോൾ ഡിപ്രഷൻ വരെ വർത്തിയേക്കാം. കോൺസ്റ്റൻ്റ് ആയിട്ട് ബ്ലൂ ലൈറ്റ് എക്സ്പോഷറിലാണെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് തിരിച്ചു വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് ഇനി ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. യൂസേജ് ഓഫ് ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ് ഓൺ ഡിവൈസ്. ബ്ലൂ ലൈറ്റ് നമ്മുടെ മൊബൈലിൽ ഒരു ഫീച്ചറായിട്ട് അവൈലബിൾ ആണ്. ഇത് സെറ്റ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ പ്രവർത്തിക്കുകയും ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നവയാണ്. അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിനനുസരിച്ചും ഓട്ടോമാറ്റിക്കലായിട്ട് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന പല ആപ്പുകളും ഇന്ന് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ ഫിൽറ്റേഴ്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് എന്തുമാത്രം വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതും കൂടിയാണ്. ഇനി ഇൻഡോർ ലൈറ്റിംഗ് സെറ്റപ്പ്. രണ്ടാമത്തെ കാര്യം വീടുകളിൽ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ കാര്യത്തിലാണ്. രാത്രി സമയങ്ങളിൽ കൂടുതൽ വൈറ്റ് കളറോ ബ്ലൂ കളറോ ആയിട്ടുള്ള ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത് ബ്ലൂ ലൈറ്റ് എമിഷൻസ് കൂടുന്നതിന് കാരണമാകുന്നതാണ്. വാം അല്ലെങ്കിൽ ന്യൂട്രൽ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതുപോലത്തെ ബ്ലൂ ലൈറ്റ് എമിഷൻസ് കുറച്ച് നിൽക്കുവാൻ സഹായിക്കുന്നതാണ്. ഇനിയുള്ളത് ബ്ലൂ ലൈറ്റ് ബ്ലോക്കിംഗ് ഗ്ലാസസ്. മൂന്നാമതായി വരുന്നത് ബ്ലൂ ലൈറ്റ് എമിഷൻ ബ്ലോക്ക് ചെയ്യുന്ന ഐവെയറുകളെ കുറിച്ചാണ്. ഈ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്യുന്നിരിക്കുന്ന കണ്ണാടികൾ ബ്ലൂ ലൈറ്റ് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ കണ്ണുകൾക്ക് അത് ബാധിക്കാതിരിക്കുവാനും ഉറക്കം നല്ല രീതിയിൽ വരുവാനും സഹായിക്കുന്നവയാണ്. വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് സ്ക്രീനുകൾ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലെ ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റുകൾ ഫിൽട്ടർ ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അവസാനമായിട്ട് ലിമിറ്റ് സ്ക്രീൻ ടൈം. സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ള കാര്യമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ സ്ക്രീൻ ഓഫ് ചെയ്യുക. ഇതിനു പകരം ബുക്കുകൾ വായിക്കുകയും റിലാക്സിംഗ് ആയിട്ടുള്ള പല ആക്ടിവിറ്റികൾ ചെയ്യുകയും എന്നതാണ് മറ്റുള്ളൊരു കാര്യം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നുകൂടി നോക്കാം. ബ്ലൂ ലൈറ്റ് നമ്മുടെ സ്ലീപ്പ് പാറ്റേണെ മാറ്റിമറിക്കുകയാണ്. അത് കാരണം കണ്ണിന് സ്ട്രെയിൻ വരുവാനും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന വിധമായി വരുവാനും ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റുകളെ അഡ്ജസ്റ്റ് ചെയ്തോ ബ്ലൂ ലൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രത്യേകതരം കണ്ണാടികൾ യൂസ് ചെയ്തോ നമുക്ക് അതോടൊപ്പം തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുവാനും സാധിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.